ഇറ്റ്സ് മീ ഗെയിമി പ്രോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ് നമ്മളൊന്ന് പിന്നെ വന്നിട്ടാണ് നമ്മളെ NFS ഹീറ്റ് പറഞ്ഞ ഗെയിം കൊണ്ട്. പിന്നെ അതേപോലെ ഗായ്സ് നമ്മളെ വണ്ടിയൊക്കെ മാറ്റി നമ്മളെ വണ്ടി ഇപ്പോൾ ഗായ്സ് മെക്ലേറനാക്കിയിരുന്നു. ഇതാ ലുക്കൊക്കെ ഒക്കെ ഗായ്സ് നമ്മൾ ഒന്നുകൂടി മോഡിഫൈ ചെയ്തിങ്ങാണ്ട് ഇതാ അടിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഗായ്സ് നമ്മൾ വെച്ച് കൊടുത്തോണം. ഈ ഗായ്സ് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളും അറിയണ്ടേ? ഞാൻ ചെറുതായിട്ടൊന്ന് സൗണ്ട് കുറച്ചുകൊണ്ടാലും സൗണ്ട് നിങ്ങൾക്ക് കേൾക്കണം. ഇങ്ങനെ കഴിക്കൊണ്ടോ ഇതൊക്കെ ഗായ്സ് സൗണ്ടല്ല ഗായ്സ്, എന്താ എല്ലാത്തിൻ്റെ സ്പീഡാണ്. പിന്നെ അതേപോലെ ഗായ്സ് ഈ ഒരു വണ്ടിക്ക് ഒരു പ്രത്യേകതയാണ്. ഞാനിതിപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ഇതില്ലേ, നമ്മൾ ഈ കുറേ വണ്ടികൾ ഇടിച്ചാൽ പോകുമ്പോൾ നമ്മൾ മുന്നിക്ക് ഇടിച്ചപ്പോൾ ഗായ്സ് ഇതിനൊരു കുഴപ്പമുണ്ടാവില്ല. ഗായ്സ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് നമ്മൾ ഇറങ്ങിക്കണം ഇവിടുന്ന്, നമുക്ക് ഇവിടുന്ന് വേറെ റോട്ട് പോകണം. നമ്മൾ 2 സിലിണ്ടർ വെച്ചിരിക്കുന്നത്. ഇന്ന് ആദ്യമായിട്ടാണ് ഗായ്സ് നമ്മൾ വെബ് ക്യാം വെച്ചിങ്ങാണ്ട് വീഡിയോ എടുക്കുന്നത്. വെബ് ക്യാം നമ്മൾ വാങ്ങിക്കല്ല, നമ്മളെ ഫോൺ തന്നെ ഉപയോഗിച്ചിങ്ങാണ്ടാണ് വെബ് ക്യാം. അപ്പോൾ അതിന് നമുക്കൊരു വണ്ടിനെ അടിച്ചിട്ടുണ്ടാകും ഗായ്സ്. വണ്ടിനെ അടിച്ചിട്ടുണ്ടാകും കാണിച്ചു തരാം. ഒരു വണ്ടി ഇതാ ഇടിച്ചു, ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ചെറിയൊരു ഡാമേജ് ഉണ്ടാവും കേട്ടോ. മുന്നിക്കൊക്കെ നോക്കിയാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അതാണ് നമ്മളെ ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് എടുക്കട്ടെ. നമ്മളെ വണ്ടി ഇല്ല ഗൈസ്, വണ്ടി ഒരു മാതിരി സീൻ വണ്ടിയാണ്. കാരണം എവിടെയും കാണില്ല, അത്രയും സ്പീഡാണ്. സ്പീഡും ഒരു കുഴപ്പമില്ല. 4 സ്പീഡിൽ ഒരാളൊരു രക്ഷയില്ല. പക്ഷെ ഇടിച്ചാൽ ഡാമേജ് ഉണ്ടാവും, പക്ഷെ വലിയ ഡാമേജ് ഉണ്ടാവില്ല. മുന്നോക്ക് ഇപ്പോഴൊരു കുഴപ്പമില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ പോവാം, ഒരു കുഴപ്പമില്ല. തട്ടിയാലിക്ക് വലിയ കുഴപ്പമില്ല, പക്ഷെ തട്ടിയ ഡാമേജ് കാണും. സൈഡ് തട്ടിയ ഗായ്സ് വലിയ കുഴപ്പമാണ്. എനിക്ക് തോന്നി ഒരു വണ്ടി പോലീസിൻ്റെ അടുത്താണ് കൂടുതലുണ്ടാവില്ല. പോലീസ് വരുന്നവരൊറ്റ ഇടിച്ചാൽ ഈ മിസ്സായി കാര്യം നമ്മൾ വിട്ടുകൊടുക്കില്ല. നേരെ കൊടുത്തും കൊണ്ട് നമുക്ക് പോയിടിച്ചു ഗായ്സ്. മുന്നിക്കൊന്നും പറ്റില്ല, അത് വേറെ പേടി പേടിച്ചു വേണ്ട. നമുക്ക് ധൈര്യം ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ചെറിയ ഡാമേജ് ഉണ്ടാവും കേട്ടോ, ചെറിയ ഡാമേജ് എന്തായാലും ഉണ്ടാവും. പോലീസ് നമ്മൾക്ക് നോക്കിയിരിക്കുന്നു. സൈഡ് തട്ടിയ നല്ല ഡാമേജ് ആണ് ഗൈസ്. പോലീസല്ലേ, നമുക്ക് ഈ പോലീസ് വരെ എല്ലാവരും ഇഷ്ടമാണ്. കാരണം ഇതുകൊണ്ട് ഞാൻ എന്താ ചെയ്തിട്ടാണ് പോലീസ് പോയിട്ട് ഇടിച്ചു കൊല്ലും കണ്ടോ. നമുക്ക് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല, ഒരുക്കുണ്ടാവില്ല. ഒരേ വണ്ടി നല്ല ഡാമേജ് ഉണ്ടാവും. നമുക്ക് മാപ്പ് എടുക്കാം. മാപ്പ് എടുത്തുകൊണ്ട് നല്ലൊരു സ്ഥലം നോക്കിങ്ങാണ്ട് നമുക്ക് പെട്രോൾ പമ്പൊക്കെ പോകുന്നത്. പെട്രോൾ പമ്പ് ഗായ്സ് ഇവിടെയാണ്. നമ്മളെ വണ്ടിക്ക് ലുക്കൊക്കെ മാറി നമ്മൾ ഗ്ലാസ് പൊട്ടിക്കൊണ്ട് അടിച്ചിട്ട് അപ്പോൾ ഒന്ന് നേരെ ആക്കിക്കൊണ്ട് പിന്നെ വയറിങ്ങോട്ട് ഗായ്സ്. ചിരക്കലൊക്കെ നമുക്ക് സിനാവാണ്ട് പെട്രോൾ പമ്പ്. നമ്മളെ പോലീസ് അവിടെ പിന്നാലെ തന്നെ ഉണ്ട്. നമ്മളെ പോലീസ് പ്രധാന മാപ്പിൻ്റെ ആ സ്ഥലം മാറ്റേണ്ട ഗൈസ്. ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്താൽ പിന്നെ പോയില്ല. അപ്പോൾ ഗൈസ് വീട് എന്ന് പറയണത് ഇതൊന്നല്ല. ഇപ്പോൾ തുടങ്ങിക്കണു നമ്മളെ വീടിൻ്റെ മിഷീൻ തുടങ്ങിക്കണം നമ്മൾ ഗൈസ്. ഇന്ന് രാവിലെ അല്ല, ഇപ്പോൾ അതാ എന്താണ് പറയുക, ഏകദേശം രാവിലെ ആയിക്കോളൂ. ഇന്ന് മൊത്തം നമ്മൾ എന്താണെന്ന് വെച്ചിട്ടാ ഹീറ്റ് ലെവൽ 5 ആവണം വരെ നമ്മളെന്താണ് പോലീസിന് ചുറ്റി കളിച്ചണം. അതാണ് ഇന്നത്തെ NFS ഹീറ്റ് കളിച്ചാനായിട്ട് ഇങ്ങനത്തൊരു വീഡിയോ ഞാൻ ഉണ്ടായിരിക്കണം. നമ്മളിത് പോലീസിന് പിന്നാലെ ഇങ്ങനെ പോകണം. അങ്ങനെ ഹീറ്റ് ലെവൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. ഈ ഒരു മേലെ ഒരു 1 ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് കാണുന്ന ചെറിയ രീതിയിലായിരിക്കണം. ആ എന്തെങ്കിലും ഗൈസ് നമ്മൾ 5 വരെ ആക്കും. അപ്പോഴേക്കും നമ്മൾ വലിയ പോലീസുകാരൊക്കെ വന്നുകൊണ്ട് നമ്മളെ പിടിച്ചാൽ നോക്കും. അപ്പോൾ അതൊരു മെഷീന് ഒരു ചലഞ്ച് വേണം. കാരണം 5 അവരെ ആക്കാൻ വയ്ക്കുന്നില്ലക്ക് ആർക്കെ വരുമെന്നറിയില്ല. എന്നാലും എത്ര റിസ്ക് ആക്കാനും നോക്കാം ആ ടൈമിൽ പോലീസിൻ്റെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നാൽ മെഷീൻ സ്റ്റാർട്ടായി പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവാം. നമ്മൾ ഈ വണ്ടി ഇങ്ങനെ ഒരു പിന്നാലെ വരുമ്പോൾ ഈ ഹിറ്റ്ലർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഗൈസ്. ഇതാണ് ഞാൻ വണ്ടിയും പോയിക്കൊണ്ട് കുടിച്ചും കാര്യങ്ങളും ചെയ്യണം. പെട്രോൾ പമ്പിൻ്റെ അടുത്ത് കൂടെ തന്നെ പോകുന്നത്, കാരണം പോലീസ് പിന്നാലെ ഉണ്ടല്ലോ. അപ്പോൾ പെട്രോൾ പമ്പ് ആവശ്യമുണ്ട്. ഞാൻ പോവാം. ഒരു ബാക്കിലുണ്ട്, നമുക്ക് നല്ല മുന്നിൽ ഡ്രസ് വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. കാരണം ഇവർ ഈ പൊട്ടം കളിപ്പിച്ചമാർ കഴിഞ്ഞാൽ ഒരിക്കൽ ദേഷ്യപ്പെടും. അപ്പോൾ നമ്മൾ സുഖമായിട്ട് ഓർക്ക് വരും. അവിടെ വരും. ഇതിപ്പോൾ കഴിച്ചിട്ട് ഞാൻ ഒരിൻ്റെ ബാക്കിലെത്തി അവിടെ
ഒന്ന് ചിരവും. അപ്പോൾ ഞങ്ങൾക്ക് നല്ല തിരിച്ചുകൊണ്ട് പോകാം. പക്ഷേ ഞാൻ പെട്രോൾ ബങ്ക് കയറില്ല. നമ്മളെ ഏകദേശം തയ്ക്കണം. ഇതേപോലത്തെ ഈ സ്പോർട്സ് കൊണ്ട് കാര്യം ഞങ്ങൾ പുല്ലുകൂടി പോയില്ല. പുല്ലുകൂടി പോയ സ്ലോ ആണോ ഒന്ന് അടിച്ചോ ഒരു സൈഡ് പോകാം. മുന്നിക്ക് വന്നാൽ നമുക്ക് തിരിച്ചേക്കുള്ളൂ. അതാണ് കഴിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ആ പോലീസ് വണ്ടി തകർന്നു നിൽക്കുന്നു. കാരണം ഈ വണ്ടി അറിയണ അനാഥിൻ്റെ സാധനം ഒന്നിടിച്ചാലൊരു കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ വണ്ടിൻ്റെ മുന്നൊക്കെ ഒരു കുഴപ്പമുണ്ടാവില്ല. പോലീസൊക്കെ ചിരകി അടിച്ചാൽ വരും. അപ്പോൾ 3 ബോക്സ് ഹീറ്റ് ലെവൽ 2 അയക്കുന്നു. അതാണ് ഗൈസ് ഹീറ്റ് ലെവലിൻ്റെ പ്രത്യേകത. ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ പോലീസുകാരും പിന്നെ ടാങ്ക് ചിലപ്പോൾ വരും. നമ്മൾ കുറേ GTA 5 GTA സൺറൈസിൽ കണ്ടിട്ടുണ്ട്. അതേപോലെ ചെറിയ ഡാമേജ് വെക്കണോ. പോലീസിന് നമ്മൾ കഴിവിട്ട് കളിച്ചില്ല. നമ്മൾ ഹീറ്റ് ലെവൽ 5 ആവണം വരി കളിക്കണം. പക്ഷെ വെയിക്കൊന്നും അറിയില്ല. പെട്രോൾ പമ്പിൻ്റെ അടുത്ത് കൂടെ തന്നെ പോകുന്നത്. കാരണം നമ്മുടെ പോലീസ് നമ്മൾ പിന്നാലുണ്ട് ഉള്ളതുകൊണ്ടുണ്ട് നല്ല കളിപ്പിച്ച. കാരണം ഈ പോലീസുകാർ ചിരകി ഇറങ്ങുന്നതേ നമ്മൾ പിന്നാലെ ചെറുക്കത് ഞാൻ ഡ്രിഫ്റ്റ് അടിച്ചിങ്ങാണ്ട് ചെറുക്കും. അപ്പോൾ എനിക്ക് കൺട്രോൾ കൂടാതെ ഇത് കാര്യങ്ങൾ വിചാരിച്ച സ്കില്ലാണ് ലക്കാണ്. ഇത് സ്കില്ലൊന്നും ഇല്ലാത്ത ലക്ക് കിട്ടാണ്. ഇതാ ഞാൻ ഇങ്ങനെ ഓടിച്ചു പറഞ്ഞാൽ എങ്ങനെയോ ഒന്നായതായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെ ഓടിച്ചു. പോലീസ് പറഞ്ഞാൽ ലക്ഷ്യമില്ല ഗൈസ്. ഇവിടുന്നോട് തിരിച്ചപ്പോഴും പെട്രോൾ പമ്പിന് വലിയ പ്രോബ്ലം ഇല്ല. തിരിച്ചലാണ് കഴിഞ്ഞു. നമ്മൾ ഈ സൈഡ് വന്നിട്ട് വലിയ നല്ല ക്രിക്കറ്റ് ഡാമേജ് വെക്കണം. നമുക്ക് വേഗം പോകപ്പെടുന്നു. കാരണം ക്രിക്കറ്റ് ഡാമേജാണ് ഇത്. വണ്ടി പോലീസ് എന്തായാലും വെക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ചെന്ന പെട്രോൾ പമ്പിൽ വെക്കുന്നത് അയ്യോ എന്ത് പോലീസുണ്ട് പെട്ടു. നമ്മളെ വണ്ടി സ്പീഡ് പറഞ്ഞു പെട്ടു. ഞാൻ തുള്ളി ഇടുന്നു. ഓടിക്കാറായിട്ട് ഗൈസ്. എനിക്ക് തോന്നിയില്ല ഈ ലെവല് ഗൈസ്. ചെറിയ ലാഗ് ഉണ്ടാവും. മാപ്പ് എടുക്കട്ടെ. മാപ്പിലാണ് ഗൈസ് നമുക്ക് പോവാനുള്ള റൂട്ട് മൊത്തമല്ലേ. നേരെ പോയാൽ ഗൈസ് ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. അവിടെ വലിയ കുഴപ്പമുണ്ടാവില്ല ഒന്നും. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഹീറ്റ് ലെവൽ 5 ആകുമ്പോഴേക്കും എന്ത് ചെയ്യണം, ഫാസ്റ്റിൽ നമുക്കിതാ ഈ ഒരു സ്ഥലത്തേക്ക് എന്തായാലും എത്തണം. കാരണം അവിടെ പറഞ്ഞാൽ ഈ ഒരു ട്രാപ്പാണ്. നമുക്ക് അവിടെ തന്നെ പോയിന്റ് ഇതൊക്കെ ചെറിയ സംവിധാനങ്ങൾ ശ്രമിക്കാം. നമുക്ക് അങ്ങോട്ട് പോയാൽ ഇതിൻ്റെ മേലെ കൂടെ ഒരു ചാടി പിന്നെ ഒരു വണ്ടിക്ക് നമ്മളെ പിന്നാലെ വരായിപ്പോയി. അപ്പോൾ ഗൈസ് നമുക്ക് അങ്ങോട്ട് മെല്ലെ പോയാൽ കാരണം അവിടെ പിന്നാലെ പോലീസുണ്ട്. അപ്പോൾ ഒരു മുന്നിൽ കൂടി പോകണം. എന്നാലും ഇടിച്ചിട്ട് ഇടിച്ചാൽ ഗൈസ് ഇടിച്ചാലും മുന്നിൽ കൂടി അയ്യോ ഇവിടെ ഡാമേജ് എത്തിയ കുഴപ്പമില്ല. കാരണം പിടിച്ചിനാലായിരുന്നു ഇഷ്ടം. ഇതിൻ്റെ മുന്നേ ഒരു കുഴപ്പമില്ല. മറ്റേ വണ്ടിയൊക്കെ ആണെങ്കിൽ പോർച്ചൊക്കെ ആണെങ്കിൽ പടവടാറുണ്ട് കാണും. ഇതിനകത്ത് എന്തോ ലക്ഷണോ ഗൈസ്. സീറ്റ് ലെവൽ 3 ആയപ്പോൾ 2 പോലീസൊക്കെയാണ് ഇപ്പോൾ റീഎൻഫോഴ്സ്മെൻറ്റ് വരുന്നത്. നമ്മളാ ചാകൊരു ഒരു കാരണം നേരെ ഇടാനും 2-3 കാരണം ഉണ്ടായിരുന്നു. അതിനപ്പുറം ഉണ്ടായിരുന്നു. വള്ളത്തേക്കെങ്കിലും പോയി ചാടിയൊരു സീനാണ്. നമ്മളെ രീതിയിൽ റോഡ് കാണല്ലേ പോലീസും പിന്നാലുണ്ട്. അതിൻ്റെ കൂടെ നമ്മളും സ്പീഡ് നടക്കുന്നു തോന്നില്ല. അയ്യോ നമ്മളെ മറ്റേ സ്പീഡട്ടെ ഡോഡിച്ചാണ് കാഴ്ച നമ്മളെ പിന്നാലെ വന്നു. ഗൈസ് ഇത് നമ്മളാ റൂട്ടെത്തി. ഇനി ഇവിടെ ഒരു ചാട്ടം ചാടി മൊത്തനെ ആക്കണ്ട, ഒന്നിനെങ്കിലും നമുക്ക് വെറുതെ ഓടാം ഗൈസ്. കുറച്ചത് ഓടിപ്പോയിട്ടുണ്ടാവും ഗൈസ്. ഹീറ്റിൽ 3 ആയിക്കോളും. ഇനി ഇവിടെ ഒരു ചാടിയാൽ നമ്മളെ പിന്നാലെ കുറച്ചെണ്ണം ചാടും. അപ്പോൾ പകുതിയോളം ചാവും. അപ്പോൾ കുറേ ഉണ്ടാവും അവിടെ, കുറേ കിടക്കുണ്ടാവും. ഞങ്ങൾ പിന്നാലെ ഉണ്ടെങ്കിൽ പിന്നാലെ നോക്കിയിട്ടില്ല. സ്നൈപ്പർ എടുക്കുക. ചാടിക്കോ അയ്യോ കുറച്ചെണ്ണത്തിനാട് എത്തി. അയ്യോ എസ്കേപ്പായി. നമ്മൾ എസ്കേപ്പ് ആവേണ്ടത് ഗൈസ്. നമ്മൾ
അവിടെ കുറെ ആൾക്കാർ വീണിരിക്കുന്നു ഗൈസ്. ഇതൊക്കെ അവിടെ വീണാണ്. അതിന്റെ ചില്ലൊക്കെ പൊട്ടിക്കുന്നു ഗൈസ്. അതൊരു രസം. അത് അടുത്ത പോലീസിന് കയ്യിൽ പോയിടിച്ചാൽ അച്ചാനുള്ളിൽ വരും. അല്ലാണ്ട് വരും. അതെ ഞാൻ പറയാം, അച്ചാനും വരും. ഒരു അലാതെ ആൾക്കാരാണ്. ഇപ്പോൾ റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കും. അപ്പോൾ 2-3 6 ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഉണ്ടാവും. എനിക്ക് നല്ല കിട്ടും. ഈ പോലീസിനെ പൊട്ടനാക്കുന്ന കിട്ടാം. പോവാൻ്റെ വൈക്കോ ഞങ്ങൾ പോയി. എനിക്ക് ഈ റോട്ടിൽ എവിടെയാണ് മറ്റുള്ള ചാടനുള്ള ഹീറ്റ് ലെവൽ 4 ആയിക്കൊണ്ടിരിക്കണം. 5 ആയുള്ള രസം വൈവ. ഞാൻ പറയണ്ട ഗൈസ്, റെയിൻഫോഴ്സ്മെന്റ് 2-3 ഉണ്ടാകുന്നു. 3 വിരുന്ന് ഗൈസിൻ്റെ വലിയ എന്നിട്ട് വേഗം പോവാം. അവിടെ തിരിക്കാനാണ് കുറച്ച്. എന്നാലും ചാടിയാലേ ചാടാത്ത എന്താണെന്നപ്പോൾ അത് പിന്നാലെ ഉള്ളവരെ കൊണ്ടുവരാനാണ്. കുട്ടിടുന്ന ചെറിയത് 4 പോലീസാണ് പിന്നെ പിന്നാലെ ഉള്ളതൊക്കെ. വേഗം പോവാം. ഇതാണ് ഗൈസിൻ്റെ പോലത്തെ വണ്ടിയുള്ള പറഞ്ഞ നമ്മൾ ഇതേപോലത്തെ. അയ്യോ ഡാമേജ് കൂടി ഗൈസ്. നമ്മൾ മിക്കവാറും പോലീസ് പൊട്ടും. കാരണം ഡാമേജ് മൊത്തമായിക്കോളൂ. ക്രിക്കറ്റിലാണ്. ഇത് കുഴപ്പമില്ല. ഫ്രിക്കറായിട്ട് ഗൈസ് ഇനി ഉണ്ടാവില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ ചാടാം. ഇങ്ങോട്ട് ചാടിയിട്ട് എല്ലാവരും ചാടിക്കണം. പിന്നാലെ ഇല്ല എസ്റ്റേബോടെ ഗൈസ്. ഇങ്ങോട്ട് ചാടാം. ഓ കുറച്ചെണ്ണം ചാടി ഗൈസ്. ഓ ഹീറ്റ് ലെവൽ 4 ആയി. അതാ നേരിട്ട് പോയി ചാടാം ഗൈസ്. ചിലപ്പോ ഞാൻ ചാടണ്ടേ. ഞാൻ ഓരോ ചാടിച്ചാലും ഇപ്പൊ ഗൈസ് നമ്മളങ്ങനെ രക്ഷപ്പെട്ട് ഇരിക്കുന്നു. ഹീറ്റ് ലെവല് ഇല്ല. ഞാൻ 5-9 കഴിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചത് എന്താ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഹീറ്റ് ലെവൽ 0 ആയി. അപ്പോൾ ഹീറ്റ് ലെവൽ 4 ഞങ്ങൾക്ക് ഇനി തിരക്കുക. ഗരാജ് പിന്നെ ഇവിടെ കുറേ ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ കഴിച്ച് പറയുന്നത്. ഇവരൊക്കെ ഈ വള്ളത്തിൽ ചാടിയ പിന്നെ നമ്മളെ പോലെ തന്നെ ഓരോ വണ്ടിക്ക് തുള്ളി ഡാമേജ് ഇല്ല. വള്ളത്തിൽ ചാടിയൊക്കെ തന്നെ ഒരു കഷ്ടം. പക്ഷെ നമ്മളാണെങ്കിൽ കുറച്ച് ഡാമേജ് കുറഞ്ഞുകൊണ്ട് വരും. ഇവരച്ച വേണ്ട ഡാമേജ് അതൊന്നൊരു പോലീസ് ഇനി പേടിച്ചേണ്ട ആവശ്യമില്ല. കഴിച്ച് നമുക്ക് ഗരാജ് കൊണ്ടുപോയി നിർത്തിക്കൊണ്ട് വണ്ടി ചെയ്യാം. ഗരാജ് ഇടപെടല്ല. എനിക്ക് ഏത് ഗരാജ് ഭയങ്കര എടുക്കാം. ലോക്ക എടുക്കായിട്ടില്ലാണ്. ചില സ്ഥലത്ത് ലോക്കുണ്ട്. ഇവിടെ ലോക്ക ഏതാണ് വണ്ടിനെ നിർത്തി ഇവിടെ നിർത്താം. അങ്ങനെ വണ്ടി. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ലെവൽ 5 എറിയുന്നതാക്കുള്ള ഒരു മെഷീനായിരുന്നു നിങ്ങൾക്കായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഇപ്പോൾ അടുത്ത് ഓഫാക്കി നിർത്തിക്കൊണ്ട്. അപ്പോൾ ഏത് ഗെയിം വേണമെങ്കിൽ കളിച്ചിട്ടുണ്ട്. എന്നാൽ സി യു ബൈ ബൈ.